again നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മാജിക്കൽ ബുക്കിന്റെ ആക്ടിവിറ്റീസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. നമുക്ക് കുറച്ച് ആക്ടിവിറ്റീസ് കൂടി അതിൽ ബാലൻസ് ഉണ്ട്. നമുക്ക് ഇന്ന് അത് നോക്കാം. Okay, then all of you take your textbook, page number 8 എടുക്കൂ. എല്ലാവരും ടെക്സ്റ്റിൽ പേജ് നമ്പർ 8 എടുക്കൂ. നമ്മൾ ഇനി ചെയ്യാനുള്ളത് B2 ആക്ടിവിറ്റി ആണ്. Listen here. Given below are some words from the lesson. Match them with their meanings. Then in the third column, write their opposite choosing from the box. നോക്കൂ, താഴെ കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്. നമ്മൾ പഠിച്ച ലെസണുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് വേർഡ്സ് ആണ് അല്ലേ. നോക്കൂ, അതെന്താ ചെയ്യേണ്ടത്? അതിൻ്റെ ഓപ്പോസിറ്റ് എ കോളം ബി കോളം ഉണ്ട്, തേർഡ് ഒരു കോളവും കൂടി ഉണ്ട്. ഫസ്റ്റ് നമ്മൾ ചെയ്യാനുള്ളത് ഓപ്പോസിറ്റ് മാച്ച് ആയിട്ടുള്ള വേർഡ്സ് കണ്ടുപിടിക്കുക. ഫസ്റ്റ് നോക്കിയേ, എൻഡ്, ഹൊറിഡ്ലി, ബാഡ്ലി, ക്രൂവൽ, റിമെമ്പർ, പുട്ട് ഓൺ, ഡേർട്ടി. ഫസ്റ്റ് ഇത്രയും വേർഡ്സാണ് തന്നിട്ടുള്ളത്. അതിൻ്റെ നേരെ അൺടൈഡി, വെയർ, നോട്ട് ഷോണിങ് മേഴ്സി, നോട്ട് ഇൻ എ ഗുഡ് വേ, ക്വിക്ക്ലി, കീപ്പ് ഇൻ മൈൻഡ്, ഫിനിഷ്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? മാച്ച് ചെയ്യണം. സ്യൂട്ടബിൾ ആയിട്ടുള്ളത് മാച്ച് ചെയ്തതിന് ശേഷം ആ മാച്ച് ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് വേർഡ്സ്, ഓപ്പോസിറ്റായിട്ട് ഏത് വേർഡാണോ വരുന്നത് അത് നമ്മുടെ താഴെ ഒരു ബോക്സ് തന്നിട്ടുണ്ട്. ആ ബോക്സിൽ നിന്ന് ചൂസ് ചെയ്ത് നമ്മളിവിടെ ഫില്ല് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് നോക്കൂ, എൻഡ്. എൻഡ്, എൻഡിന് മാച്ചായിട്ട് വരുന്നത് ഏതാണ്? ഫിനിഷ്. ഓക്കെ, എൻഡ്, ഫിനിഷ്. നോക്കൂ, എൻഡ്, ഫിനിഷ്. ഫിനിഷിൻ്റെ ഓപ്പോസിറ്റ് വേർഡാണ് നമ്മൾ ഈ ബോക്സിൽ നിന്ന് കണ്ടുപിടിക്കാനുള്ളതല്ലേ. ബോക്സിൽ ഏതൊക്കെയാണ് തന്നിട്ടുള്ളത്? ടേക്ക് ഓഫ്, ക്ലീൻ, ഫോർഗെറ്റ്, സ്ലോലി, കൈൻഡ്, വെൽ, ബിഗിൻ അല്ലേ. അപ്പോൾ നമുക്ക് എൻഡ് ഫിനിഷുമായിട്ട് മാച്ച് ചെയ്യുന്നു. ഫിനിഷിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് കണ്ടുപിടിക്കുക. ഫിനിഷ് ഏതാണ്? ഓപ്പോസിറ്റ് വരുമ്പോൾ ബിഗിൻ. ഓക്കെ, ബിഗിൻ എഴുതാം നമുക്ക് ഈ സ്പേസിൽ. ഓക്കെ, ദെൻ നോക്കൂ, ഹൊറിഡ്ലി. ഹൊറിഡ്ലിയുടെ ഓപ്പോസിറ്റ് നോക്കൂ, ക്വിക്ക്ലി. കണ്ടോ, ഹൊറിഡ്ലി, ക്വിക്ക്ലി. നോക്കൂ, ഇനി ക്വിക്ക്ലിയുടെ ഓപ്പോസിറ്റ് വേർഡാണ് നമ്മുടെ ഈ ബോക്സിൽ നിന്ന് കണ്ടുപിടിക്കാനുള്ളത്. നോക്കൂ, ക്വിക്ക്ലി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സ്ലോലി. ക്വിക്ക്ലി പെട്ടെന്ന്, സ്ലോലി പതിയെ. കേട്ടോ, അപ്പോൾ സ്ലോലിയാണ് ക്വിക്ക്ലിയുടെ ഓപ്പോസിറ്റായിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് നോക്കൂ, ബാഡ്ലി. അതിൻ്റെ നോക്കൂ മാച്ചായിട്ട് വരുന്നത് നോട്ട് ഇൻ എ ഗുഡ് വേ ആണ് ബാഡ്ലി. ദെൻ നോക്കൂ, നോട്ട് ഇൻ എ ഗുഡ് വേയുടെ ഓപ്പോസിറ്റ് വേർഡ് ഏതാണ് വരുന്നത്? ഏതാ? ഗുഡ്. അതിൻ്റെ ഓപ്പോസിറ്റ് വെല്ല്. ഓക്കെ, വെൽ എഴുതാം അല്ലേ, വെൽ. ദെൻ നോക്കൂ, ക്രൂവൽ. അതിൻ്റെ മാച്ചിങ് ആയിട്ട് വരുന്നത് നോട്ട് ഷോയിങ് മേഴ്സി. ഓക്കെ, അതിൻ്റെ ഓപ്പോസിറ്റ്, മേഴ്സിയുടെ ഓപ്പോസിറ്റ് വേർഡാണ് നമ്മൾ നോക്കാനുള്ളത്. മേഴ്സി, കൈൻഡ് ഓപ്പോസിറ്റായിട്ട് വരും. അപ്പോൾ നമുക്കിവിടെ കൈൻഡ് എഴുതാം. ദെൻ നോക്കൂ, റിമെമ്പർ. കീപ്പ് ഇൻ മൈൻഡ്. അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരുന്നത് റിമെമ്പർ, ഫോർഗോട്ട്. ദെൻ നോക്കൂ, സിക്സ്ത് വൺ, പുട്ട് ഓൺ, വെയർ. വെയറിൻ്റെ ഓപ്പോസിറ്റ് ടേക്ക് ഓഫ് അല്ലേ. ലാസ്റ്റ് വൺ നോക്കിയേ, ഡേർട്ടി, അൺടൈഡി. അതിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് ഏതാണ്? ഓപ്പോസിറ്റ് അൺടൈഡി, ഓപ്പോസിറ്റ് ക്ലീൻ ആണല്ലേ. ക്ലീൻ എല്ലാവർക്കും അറിയാം, അൺടൈഡി ക്ലീൻ ആണല്ലേ. ഡേർട്ടി, ക്ലീൻ. നോക്കൂ, എല്ലാവരും ടെക്സ്റ്റിൽ നീറ്റായിട്ട് മാച്ചപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഈ ഫസ്റ്റ് വേർഡിൻ്റെ ഓപ്പോസിറ്റ് വേർഡ്സ് നോട്ടിൽ എല്ലാവരും എഴുതുക. എങ്ങനെ എഴുതേണ്ടത്? എൻഡ്, ബിഗിൻ, ഹൊറിഡ്ലി, സ്ലോലി, ബാഡ്ലി, വെൽ, ക്രൂവൽ, കൈൻഡ്, റിമെമ്പർ, ഫോർഗോട്ട്, പുട്ട് ഓൺ, ടേക്ക് ഓഫ്, ഡേർട്ടി, ക്ലീൻ. ഇങ്ങനെ എടുത്ത് നോട്ടിലോട്ട് എഴുതുക. ഓക്കെ, ലിസൺ ഹിയർ. പേജ് നമ്പർ 9 എടുക്കൂ. പേജ് നമ്പർ 9 ഗ്രാമർ പോർഷൻ നോക്കിയേ. റീഡ് ദ സെൻറ്റൻസ് ഇവിടെ തന്നിട്ടുണ്ട്. അത് ടീച്ചർ വായിച്ചു തരാം. ഐ എൻറ്റേർഡ് ദ റൂം. നെക്സ്റ്റ് നോക്കൂ, ഐ സോ ദ സ്നാക്ക്.
snack. ഇനി താഴെ എന്താ തന്നിട്ടുള്ളത്? ദീസ് സെൻറ്റൻസസ് ആർ ഇൻ ദ സിമ്പിൾ പാസ്റ്റ് ടെൻസ്. ഈ രണ്ട് സെൻറ്റൻസ് ഏതിലാണ് കിടക്കുന്നത്? സിമ്പിൾ പാസ്റ്റ് സെൻറ്റൻസ് ആണ് അല്ലേ? ഒരു നിശ്ചിത സമയത്തിൽ കഴിഞ്ഞ ഒരു സമയത്ത് പാസ്റ്റിൽ നടന്ന കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത് കേട്ടോ. പാസ്റ്റിൽ നടന്ന ഒരു നിശ്ചിത സമയത്ത് നമ്മുടെ പാസ്റ്റിൽ നടന്ന കാര്യങ്ങളെയാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നോക്കൂ, ഇവൻറ്റ്സ് ദാറ്റ് ഹാപ്പൻഡ് അറ്റ് ദ പർട്ടിക്കുലർ ടൈം ഇൻ ദ പാസ്റ്റ് അല്ലേ? ഇവൻറ്റ് ദാറ്റ് ഹാപ്പൻഡ് അറ്റ് ദ പർട്ടിക്കുലർ ടൈം ഇൻ ദ പാസ്റ്റ്. ഹരി പെയിൻറ്റഡ് ഹിസ് ഹൗസ് യെസ്റ്റർഡേ. പാസ്റ്റ് സിമ്പിൾ പാസ്റ്റ് അല്ലേ ഇത്? ഹരി പെയിൻറ്റഡ് ഹിസ് ഹൗസ് യെസ്റ്റർഡേ. ഹരി അവൻ്റെ വീട് ഇന്നലെ പെയിൻറ്റ് ചെയ്തു അല്ലേ? പാസ്റ്റ് ആണ് അല്ലേ അത്? ദെൻ നോക്കൂ, തിങ്ക് ദാറ്റ് ഹാപ്പൻഡ് റെഗുലർലി ഇൻ ദ പാസ്റ്റ്. റെഗുലറായിട്ട് നടക്കുന്ന പാസ്റ്റിൽ റെഗുലറായിട്ട് നടക്കുന്നതിന് നോക്കൂ, ഹരി ഏറ്റ് ഐസ്ക്രീം ട്വൈസ് എവറി ഡേ. ഹരി ഐസ്ക്രീം എവറി ഡേ നോക്കൂ, ഹരി ഏറ്റ് ഐസ്ക്രീം ട്വൈസ് എവരി വീക്ക് അല്ലേ? കഴിഞ്ഞ പാസ്റ്റിൽ നടന്ന കാര്യമാണ് പറയുന്നത്. ഹരി വീക്കിൽ എവരി വീക്ക് എല്ലാ വീക്കിലും ഐസ്ക്രീം കഴിക്കുമായിരുന്നു എന്നാണ് കേട്ടോ. മനസ്സിലായോ? ദെൻ നെക്സ്റ്റ് നോക്കൂ, ബി യൂഷ്വലി ആഡ് ഡി ഓർ ഇ ഡി ടു ബേസ് ഓൺ ദ വെർബ് ടു മേക്ക് ദ പാസ്റ്റ് ടെൻസ് ഫോം. നമുക്ക് തരുന്ന ഒരു വെർബിൽ എന്ത് ചെയ്യണം? ഡി ഓർ ഇ ഡി തരുന്ന വെർബിൽ ആഡിങ് ഡി ഓർ ഇ ഡി ആഡ് ചെയ്യുമ്പോൾ അതെന്ത് ഫോമിലോട്ടാകും? പാസ്റ്റ് ടെൻസ് ഫോമിലോട്ട് ആകും അല്ലേ? ഒരു വെർബിൽ ഡി ഓർ ഇ ഡി ആഡ് ചെയ്യുമ്പോൾ പാസ്റ്റ് ടെൻസ് ഫോമിലോട്ടാകും. നോക്കിയേ, കുക്ക്ഡ്, ജംപ്ഡ്, വാക്ക്ഡ്, റിസീവ്ഡ്, ഓപ്പൺഡ്, ഫിനിഷ്ഡ് അല്ലേ? കുക്ക്ഡ് അല്ലേ? പാസ്റ്റ് ടെൻസ് ഫോമിൽ. ജംപ്, ജംപ്ഡ്, വാക്ക്, വാക്ക്ഡ്, റിസീവ്, റിസീവ്ഡ്. കണ്ടോ? ഓപ്പൺ, ഓപ്പൺഡ്, ഫിനിഷ്, ഫിനിഷ്. മനസ്സിലായോ? ഒരു വെർബിൽ ഡി ഓർ ഇ ഡി ആഡ് ചെയ്യുമ്പോൾ പാസ്റ്റ് ടെൻസ് ഫോമിലോട്ടാകുന്നു. കുക്ക്ഡ്, കുക്ക്, കുക്ക്ഡ് ആകുന്നു. ജംപ്, ജംപ്ഡ് ആകുന്നു. വാക്ക്, വാക്ക്ഡ് ആകുന്നു. റിസീവ്, റിസീവ്ഡ് ആകുന്നു. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. മനസ്സിലായല്ലോ? ദെൻ നെക്സ്റ്റ് നോക്കൂ, there are many verbs that don't follow any rules to form the past tense. അതായത് ഒരു വെർബിൽ നമ്മൾ നേരത്തെ നോക്കിയത് ഡി ഓർ ഇ ഡി ആഡ് ആകുമ്പോൾ പാസ്റ്റ് ടെൻസ് ആകുന്നു. ഇതെന്താണ്? വെർബ് ഡോണ്ട് ഫോളോ എനി റൂൾസ്. ഒരു റൂൾസും പാലിക്കാതെ ചില വെർബ്സ് എന്താണ്? പാസ്റ്റ് ടെൻസ് ഫോമിലോട്ട് മാറുന്നു അല്ലേ? അങ്ങനത്തെ വേർഡ്സ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. സി എന്താകും? സോ ആകും. സി, സോ. മീറ്റ്, മെറ്റ്. മീറ്റ്, മെറ്റ്. ഓക്കെ, ദെൻ ബിഗിൻ, ബിഗാൻ. ബിഗിൻ എന്താകുന്നു? ബിഗാൻ ആകുന്നു. നോ, ന്യൂ. ഹാവ്, ഹാഡ്. കം, കെയിം. കം, കെയിം ആകുന്നു അല്ലേ? മനസ്സിലായോ? നോക്കൂ, ദ വെർബ് ദാറ്റ് ഡു നോട്ട് ബിക്കം പാസ്റ്റ് ടെൻസ് ബൈ ആഡിങ് ഇ ഡി. അതായത് ഒരു വെർബിൽ ഇ ഡി ആഡ് ചെയ്യാതെ തന്നെ ഒരു പാസ്റ്റ് ടെൻസ് ഫോം ചെയ്യുന്നു, ബിക്കം പാസ്റ്റ് ടെൻസ് ആകുന്നു. then അതിനെ ഇറഗുലർ വെർബ് എന്ന് പറയുന്നു. ഇറഗുലർ വെർബ് എന്നാണ് പറയുന്നത്. മനസ്സിലായോ? നോക്കൂ, നെക്സ്റ്റ് നോക്കൂ, കുറച്ച് വെർബ്സ് തന്നിട്ടുണ്ട്. സ്വിം, ടേക്ക്, റൈറ്റ്, സിങ്, ഹാവ്, ബൈ, ബ്രിങ്, വിങ് അല്ലേ? ഇത് വെർബ്സ് ആണ്. പാസ്റ്റ് ടെൻസ് ഫോമിലോട്ട് ആക്കുക. സ്വിം എന്താവും? സ്വാം. സ്വിം, സ്വാം. ടേക്ക്, ടുക്ക്. ടേക്ക്, ടുക്ക്. റൈറ്റ്, റോട്ട്. റൈറ്റ് എന്താകും? റോട്ട് ആകും അല്ലേ? സിങ്, സാങ്. സിങ്, സാങ്. ഹാവ്, ഹാഡ്. ഹാവ്, ഹാഡ്. ബൈ, bought. bring, brought. win, won. കണ്ടോ? വെർബ്സ് ആണ് തന്നിട്ടുള്ളത്. അതിനെ പാസ്റ്റ് ടെൻസ് ഫോമിലോട്ട് എങ്ങനെയാണ് എഴുതേണ്ടത്? സ്വിം എന്താവും? സ്വാം. നോട്ട് ടെക്സ്റ്റിൽ എല്ലാവരും നീറ്റായിട്ട് പെൻസിൽ യൂസ് ചെയ്ത് നീറ്റായിട്ട് എഴുതണം കേട്ടോ. then നോക്കൂ, fill in the blanks in the following sentences choosing from the irregular past tense ഫോംസ് ഇൻ C1. C1ൽ നമ്മൾ ഇറഗുലർ പാസ്റ്റ് ഫോംസ് വെർബ്സ് നമ്മൾ പരിചയപ്പെട്ടു. അതിനെ വെച്ച് അതിൻ്റെ ബേസിസിൽ ഇതെന്ത് ചെയ്യണം? ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് തന്നിരിക്കുന്നതിൽ ഫില്ല് ചെയ്യണം. ബ്ലാങ്ക് ആയിട്ടുള്ള ഭാഗം ഫില്ല് ചെയ്യണം. നോക്കി, ഫസ്റ്റ് വൺ, ലാസ്റ്റ് സൺഡേ അലി ഡാഷ് ഇൻ ദ റിവർ. ലാസ്റ്റ് സൺഡേ അലി ഡാഷ്. ഡാഷിൻ്റെ അവിടെ സ്വാം. സ്വിമ്മിൻ്റെ പാസ്റ്റ് ടെൻസ് എന്താവും? സ്വാം ആവും. അപ്പോൾ
ലാസ്റ്റ് സൺഡേ അലി സ്വാം ഇൻ ദ റിവർ. കണ്ടോ? നെക്സ്റ്റ് നോക്കൂ. ഐ ഡാഷ് ചോക്ലേറ്റ് ഐസ്ക്രീം യെസ്റ്റർഡേ ഇറ്റ് വാസ് ഡെലീഷ്യസ്. ഐ ഹാഡ് അല്ലേ, ഐ ഹാവ് എന്ന് പറയത്തില്ല, ഹാഡ് ആവും. ഐ ഹാഡ് ചോക്ലേറ്റ് ഐസ്ക്രീം യെസ്റ്റർഡേ ഇറ്റ് വാസ് ഡെലീഷ്യസ്. ഓക്കെ, ഹാഡ് ആണ് ഇവിടെ എഴുതാനുള്ളത്. ഓക്കെ, ദെൻ തേർഡ് വൺ നോക്കൂ. ഹൂ ഡാഷ് ദ മാച്ച് യെസ്റ്റർഡേ. ഹൂ ഡാഷ്, വിൻ എന്ന് എഴുതത്തില്ല. എന്താണ്? വോൺ. ഹൂ വോൺ ദ മാച്ച് യെസ്റ്റർഡേ. Okay, fourth one. The teacher dashed a barometer to the class on Wednesday. The teacher dash brought, bring എന്ന് പറയത്തില്ല, brought. കേട്ടോ? brought a barometer to the class on Wednesday. Nita's sister dashed beautifully at the party last evening. Nita's sister sang ബ്യൂട്ടിഫുള്ളി അറ്റ് ദ പാർട്ടി ലാസ്റ്റ് ഈവനിങ്. ഓക്കെ, ഇതുപോലെ ടെക്സ്റ്റിൽ നീറ്റായിട്ട് എഴുതണം. ഓക്കെ, ഓൾ ഓഫ് യു ടേക്ക് യുവർ നോട്ട് ബുക്സ്. എല്ലാവരും ബുക്ക് എടുക്കൂ. നമുക്ക് ബുക്കിൽ എഴുതാനുള്ള ആക്ടിവിറ്റീസ് ഏതൊക്കെ നോക്കാം. ടെക്സ്റ്റിൽ ഒരു മാച്ചപ്പ് ചെയ്തായിരുന്നു, അതിൻ്റെ ഓപ്പോസിറ്റ് വേർഡ്സ് നോക്കാം. എൻഡ് ബിഗിൻ, ഹurriedly slowly, badly well, cruel kind, remember forget, put on take off, dirty clean. കണ്ടോ? end, begin, hurriedly, slowly, badly, well, cruel, kind, remember forget, put on take off, dirty clean. നെക്സ്റ്റ് നോക്കൂ. പാസ്റ്റ് ടെൻസ് ഫോമിലോട്ട് എഴുതാനാണ്. കുക്ക്ഡ്, ED or D ചേർത്ത് ടീച്ചർ പറഞ്ഞു തന്നായിരുന്നല്ലോ. അതാണ് കേട്ടോ. കുക്ക്ഡ്, walked, closed. അപ്പോൾ നിങ്ങൾ ബാക്കി സ്വന്തമായിട്ട് എഴുതുക. ഫിനിഷ് ഉണ്ട്, അതെങ്ങനെയാണ് പാസ്റ്റ് ടെൻസ് ഫോമിലോട്ട് എഴുതേണ്ടത്. സ്റ്റോപ്പ്, took, push, prepare. ഫിനിഷ്, സ്റ്റോപ്പ്, took, push, prepare. ഇത് സ്വന്തമായിട്ട് നിങ്ങൾ എഴുതി ടീച്ചറിനെ കാണിക്കുക. ഓക്കെ, നോക്കൂ. ഇനി വെർബ്സ്, അത് ഇറഗുലർ ഫോമിലായിട്ടുള്ളതാണ് നമ്മൾ എഴുതാനുള്ളത്. സ്വിം, സ്വാം, ടേക്ക്, took, റൈറ്റ്, wrote, സിംഗ്, sang, have, had, buy, bought, bring, brought, win, won. കണ്ടോ? നമ്മുടെ വെർബ്സിൽ എന്താണ് ടീച്ചർ പറഞ്ഞു തന്നത്? ഡോണ്ട് ഫോളോ എനി റൂൾസ്. ഒരു റൂളും പാലിക്കാതെ എന്താകുന്നത്? പാസ്റ്റ് ടെൻസ് ഫോമിലോട്ടാകുന്ന വേർഡ്സാണ് തന്നിട്ടുള്ളത്. സ്വിം, സ്വാം, ടേക്ക്, took, റൈറ്റ്, wrote, സിംഗ്, sang, have, had, buy, bought, bring, brought, win, won. കണ്ടോ? ഇതുപോലെ നീറ്റായിട്ട് നിങ്ങൾ എഴുതി ടീച്ചറിൻ്റെ നോട്ട്സ് സെൻഡ് ചെയ്ത് തരിക. ഓക്കെ. Hi, good morning children. How are you all? Fine. Now we are going to learn GK. Okay, are you ready for the class? Okay, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് നമ്മുടെ ഇന്ത്യയെക്കുറിച്ച്, നമ്മുടെ രാജ്യത്തെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ഇന്ത്യയെക്കുറിച്ച് പഠിച്ചു. അതിൽ കുറേ ക്വിസ് ക്വസ്റ്റ്യൻസ് പഠിച്ചു അല്ലേ? അപ്പോൾ അതിൽ നോട്ടൊന്നും എഴുതിയിട്ടില്ല. നമുക്ക് ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്തതിന് ശേഷം നമുക്ക് എന്താ നോട്ടിലേക്ക് പോവാം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യണം? ഇന്ന് ടെക്സ്റ്റ് ബുക്ക് റിവൈസ് ചെയ്യാൻ പോകണം. ഇന്ത്യ ക്വിസ് എന്നുള്ള ലെസൺ നമ്മൾ റിവൈസ് ചെയ്യാൻ പോവാണ്. റിവൈസ് ചെയ്തതിന് ശേഷം കുറച്ച് നോട്ട് എഴുതാം. ഓക്കെ, ഇന്ത്യ ക്വിസ് നമ്മൾ എന്താണ് കുറച്ച് ക്വിസ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ പഠിച്ചത്. അല്ല, ആദ്യം പഠിച്ച ഏതായിരുന്നു? വന്ദേ മാതരം ആരാണ് എഴുതിയത്? ആരായിരുന്നു? ബങ്കിം ചന്ദ്ര ചാറ്റർജി. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? അവർ നാഷണൽ ആന്തം ജനഗണമന. നമ്മുടെ നാഷണൽ ആന്തം ഏതായിരുന്നു? ജനഗണമന. പിന്നെന്താണ് പഠിച്ചത്? കറൻസി. വിച്ച് ഈസ് അവർ കറൻസി? യെസ്, ദ റുപ്പി, ഇന്ത്യൻ റുപ്പി. റുപ്പിയാണ് നമ്മുടെ കറൻസി. പിന്നെന്താ പഠിച്ചത്? ഡാഷ് ഈസ് ദ മോസ്റ്റ് വൈഡ്ലി സ്പോക്കൺ ലാംഗ്വേജ് ഓഫ് ഇന്ത്യ. കൂടുതൽ ആൾക്കാർ, നമ്മുടെ ഇന്ത്യയിൽ കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്ന ഭാഷ ഏതാണ്? ഹിന്ദി. പിന്നെന്താ? ദ ഓൾഡസ്റ്റ് ഇന്ത്യൻ ടെക്സ്റ്റ് ഏതായിരുന്നു? ദ വേദാസ്. അത് ഒരു
കൂടുതൽ എണ്ണം ഉണ്ടായിരുന്നു അല്ലേ, ഒരെണ്ണം ആയിരുന്നില്ല, കൂടുതൽ എണ്ണം. അതുകൊണ്ടാണ് ദ വേദാസ്. പിന്നെന്താ പഠിച്ചത്? ഡാഷ് ഈസ് ദ ഹെഡ് ഓഫ് അവർ കൺട്രി. നമ്മുടെ തലവൻ, നമ്മുടെ രാജ്യത്തിൻ്റെ തലവൻ ആരാണ്? ഹെഡ് ആരാണ്? ആരായിരുന്നു? ദ പ്രസിഡന്റ്. There are dash states and dash union territories of India. എത്ര സ്റ്റേറ്റുകളാണ് ഇന്ത്യക്കുള്ളത്? എത്ര സ്റ്റേറ്റ് ആണ്? 29 സ്റ്റേറ്റ്സ് ഉണ്ടായിരുന്നു. യൂണിയൻ ടെറിട്ടറീസും ഉണ്ടായിരുന്നു അല്ലേ. യൂണിയൻ ടെറിട്ടറീസ് എത്ര എണ്ണമാണ്? 7 യൂണിയൻ ടെറിട്ടറീസ് ആണ് ഉണ്ടായിരുന്നത്. നമ്മുടെ നാഷണൽ എംബ്ലത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത് എന്നാണ്. അതിൻ്റെ മീനിങ് എന്തായിരുന്നു? ട്രൂത്ത് എലോൺ ട്രൈംസ്. സത്യം ജയിക്കട്ടെ എന്ന് എഴുതിയിട്ടുണ്ട്. അത് ഏത് വാക്കാണെന്നാണ് ചോദിച്ചത്. ഏത് വേർഡാണ് എഴുതിയിരിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. എന്താണ്? ഏത് വാക്കാണ് എഴുതിയിരിക്കുന്നത്? സത്യമേവ ജയതേ. ഹു വാസ് ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ? നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഹു വാസ് ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണെന്നാണ് ചോദ്യം. ആരായിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി? യെസ്, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. അദ്ദേഹത്തിന് ഈ പണ്ഡിറ്റ് എന്ന ഒരു പദവി കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്തെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരുപാട് വിവരവും ഒരുപാട് അറിവും ഒക്കെ ഉള്ള ഒരാളായിരുന്നു. ഒരുപാട് വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള ഒരാളായിരുന്നു. ആര്? ജവഹർലാൽ നെഹ്റു. അങ്ങനെയുള്ള ഒരാളിന് കൊടുക്കുന്ന പദവിയാണ് എന്തോന്ന്? പണ്ഡിറ്റ്. അപ്പം ജവഹർലാൽ നെഹ്റുവിന് പണ്ഡിറ്റ് എന്ന പദവി ഉണ്ട്. അതുകൊണ്ടാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്നത്. പണ്ഡിറ്റിന് PT എന്നാണ് യൂസ് ചെയ്യുന്നത്. PT ജവഹർലാൽ നെഹ്റു. PT ജവഹർലാൽ നെഹ്റു. ഓക്കെ. നമ്മൾ ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ ആരാണ്? പ്രധാനമന്ത്രി ആരാണ്? യെസ്, നരേന്ദ്രമോദി. മോദിജി അല്ലേ? എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ഇതെന്താണ്? നിങ്ങൾ നന്നായിട്ട് ഇത് വായിച്ച് പഠിക്കണം. ക്വിസാണ്, നന്നായിട്ട് വായിച്ച് പഠിക്കണം. ഇനി നമുക്ക് നോട്ടിലേക്ക് പോകാം. നെയിം ദ ഫോളോയിങ്. അവർ നാഷണൽ സോങ് വന്ദേ മാതരം. VANDEMATARAM വന്ദേ മാതരം. അവർ നാഷണൽ ആന്തം ജനഗണമന. JANAGANAMANA. The oldest Indian texts, the Vedas. THEVEDAS. The currency of India, Indian rupee. INDIANRUPEE. Widely spoken language of India, Hindi. HINDI. First Prime Minister of India, Pandit Jawaharlal Nehru. JAWAHARLAL Nehru. NEHRU. First President of India, Dr. Rajendra Prasad. Dr. RAJENDRAPRASAD. Answer the following. Who wrote Vande Mataram? Bankim Chandra Chatterjee. BANKIM CHANDRA CHATTERJEE. Bankim Chandra Chatterjee. Who is head of our country? The President. THEPRESIDENT. How many states are in our country? 29. How many union territories in India? 7. What is inscribed on our national emblem, meaning truth alone triumphs? Satyameva Jayate. SATYAMEVAJAYATE. സത്യമേവ ജയതേ. ഇപ്പോൾ നിങ്ങളിത് എന്താണ് നിങ്ങളുടെ GK നോട്ടിൽ എഴുതണം. വായിച്ച് പഠിക്കുകയും വേണം. വായിച്ച് പഠിക്കാൻ ഈസിയാണ്. സ്പെല്ലിംഗ് 1-2 വേർഡ്സുകൾ സ്പെല്ലിംഗ് കുറച്ച് പ്രയാസമാണ്.
അപ്പോൾ കുറേ പ്രാവശ്യം എഴുതുമ്പോഴത്തേക്കും പഠിക്കാൻ പറ്റും, സ്പെല്ലിങ്ങുകൾ പഠിക്കാൻ പറ്റും, മനസ്സിലാക്കി എഴുതി പഠിക്കണം. ഓക്കെ ചിൽഡ്രൻ, ബൈ. ഹലോ, ഗുഡ് മോർണിംഗ് എവരിവൺ. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചത്? ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ്, സ്റ്റെപ്പ് പ്രോബ്ലംസ് ആണ് ചെയ്തത്. നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്തു, ആൻസർ ഒക്കെ കണ്ടുപിടിച്ചു, എല്ലാവരും ഹോംവർക്ക് ഒക്കെ ചെയ്തു. നമുക്ക് ഇന്ന് പഠിക്കാൻ പോകുന്നത് അതുപോലെ തന്നെയാണെങ്കിലും കുറച്ച് ഡിഫറെൻ്റ് ആണ് കേട്ടോ. നമ്മളൊന്നൊരു ഫ്രെയിം വേർഡ് പ്രോബ്ലം ആണ് പഠിക്കുന്നത്. ഓക്കെ, എന്താണെന്ന് ടീച്ചർ ബോർഡിൽ കാണിച്ചു തരാം, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, you listen here, look at the blackboard. Okay, framing word problems. Framing word problem. ടീച്ചർ പറഞ്ഞതുപോലെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ ഒരു പ്രോബ്ലം തന്നിട്ട് അതിന്റെ സ്റ്റെപ്പ് ഒക്കെ എഴുതിയാണ് ചെയ്തത് അല്ലേ? എല്ലാവരും അങ്ങനെയാണ് ചെയ്തത്. ഇത് നമുക്ക് എന്താണ്, ഒരു വേർഡ് ഫ്രെയിമിംഗ് വേർഡ് തരും, അതിന് നമ്മൾ പ്രോബ്ലം ആക്കണം, ഒരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യണം. അതിനായിട്ട് നോക്കിയേ ടീച്ചർ ഫസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം, എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കൂ. 63 + 6 എന്ന ഒരു എന്താണ് ആഡ് ചെയ്യാനായിട്ടൊന്ന് തന്നിട്ടുണ്ട് അല്ലേ? നമുക്ക് അതിനെ ഒരു പ്രോബ്ലം ആക്കി ക്രിയേറ്റ് ചെയ്യണം. ഒരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്ത് അതിന്റെ സ്റ്റെപ്പ് ഒക്കെ ചെയ്തു. നെക്സ്റ്റ് അതിന്റെ ലാസ്റ്റ് നമ്മൾ ആൻസറും കണ്ടുപിടിക്കണം. എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. നോക്കിയേ, അമ്മു ഹാസ് 63 ടോഫീസ്. അമ്മു ഹാസ് 63 ടോഫീസ്. അച്ചു ഹാസ് 6 ടോഫീസ്. അച്ചു ഹാസ് 6 toffees. Okay, how many toffees are there in all? How many toffees are there in all? എന്താണ് പറയുന്നത്? അമ്മുന്റെ കയ്യിൽ 63 toffees ഉണ്ട്. Then അച്ചുവിന്റെ കയ്യിൽ 6 toffees ആണ് ഉള്ളത് അല്ലേ? How many toffees are there in all? എല്ലാം കൂടി ആകെ എത്ര toffees ആണ് ഉള്ളത് എന്ന് കാണുക. നമ്മൾ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യും അല്ലേ? നമുക്ക് അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യുക. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ എഴുതേണ്ടത്? നമ്പർ ഓഫ് ടോഫീസ് അമ്മു ഹാസ്. അമ്മുവിന്റെ കയ്യിലെ ടോഫീസിന്റെ എണ്ണം എത്രയാണ്? അമ്മു ഹാസ് 63 ആണ് അമ്മുവിന്റെ കയ്യിലുള്ള ടോഫീസ് അല്ലേ? നമ്പർ ഓഫ് ടോഫീസ് 60, അമ്മുവിന്റെ കയ്യിൽ 63. Then number of toffees അച്ചു ഹാസ്. അച്ചുവിന്റെ കയ്യിൽ എത്ര ടോഫീസ് ആണുള്ളത്? 6 ആണ് അല്ലേ? 6 toffees. Then last total number of toffees. ആകെയുള്ള ടോഫീസ് ആണ് നമുക്ക് ഇനി കണ്ടുപിടിക്കാനുള്ളത് അല്ലേ? ടോട്ടൽ നമ്പർ ഓഫ് ടോഫീസ്. സ്റ്റെപ്പ് എഴുതുക. ഇനി എന്താ ചെയ്യേണ്ടത്? അമ്മുവിന്റെ കയ്യിലെ ടോഫീസ് പ്ലസ് അച്ചുവിന്റെ കയ്യിലുള്ള ടോഫീസ്. 63 + 6 അല്ലേ? ആഡ് ചെയ്യുക. 63 + 6 ആഡ് ചെയ്യുമ്പോൾ 69 എന്ന ആൻസർ കിട്ടും. ടോട്ടൽ നമ്പർ ഓഫ് ടോഫീസ് എത്രയാണ്? ടോട്ടൽ നമ്പർ ഓഫ് ടോഫീസ് 69 ടോഫീസ് ആണ് അല്ലേ? മനസ്സിലായോ? ടീച്ചർ ഒന്നുകൂടി പറഞ്ഞു തരാം. ഫ്രെയിമിംഗ് വേർഡ് പ്രോബ്ലം ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത് അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ചെയ്തതറിയാം. ഒരു പ്രോബ്ലം തരും, അതിനെ സ്റ്റെപ്പ് ബൈ ആയിട്ട് നമ്മൾ ചെയ്താൽ മതിയായിരുന്നു. ഈ പ്രോബ്ലം എങ്ങനെയാണ്? ഫ്രെയിമിംഗ് വേർഡ്, നമുക്കൊരു കണക്ക്, ഒരു വാല്യൂ തരും, അതിന് നമ്മൾ പ്രോബ്ലം ആക്കുക, പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുക, പിന്നെ അതിന്റെ സ്റ്റെപ്പ് എഴുതി ആൻസർ നമ്മൾ തന്നെ കണ്ടെത്തണം അല്ലേ? അമ്മു ഹാസ് 63 ടീച്ചർ ചെയ്തതാണ്. അമ്മു ഹാസ് 63 ടോഫീസ്. ഓക്കെ, 63 ആയി. Then അച്ചു ഹാസ് 6 ടോഫീസ്. അച്ചുവിന്റെ കയ്യിൽ 6 ടോഫീസ്. How many toffees are there in all? Then step എഴുതുക. Number of toffees 63. അമ്മുവിന്റെ കയ്യിലെ number of toffees. Then number of toffees അച്ചു has. അച്ചുവിന്റെ കയ്യിലെ 6 അല്ലേ? 6 toffees ആണ് ഉള്ളത്. Total number of toffees. Total number എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ആഡ് ചെയ്യുക. അച്ചുവിന്റെ കയ്യിലുള്ളതും അമ്മുവിന്റെ കയ്യിലുള്ളതും ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ നമ്പർ നമുക്ക് കിട്ടും. 63 + 6. ടോട്ടൽ 69 ടോഫീസ് ആണ് ഇവരുടെ കയ്യിൽ, രണ്ടുപേരുടെ കയ്യിൽ കൂടി ഉള്ളത്. ഇങ്ങനെയാണ് ഒരു ഫ്രെയിമിംഗ് വേർഡ് പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, all of you take your textbook, page number 65 എടുക്കൂ. പേജ് നമ്പർ 65 നോക്കൂ. ഫ്രെയിമിംഗ് വേർഡ് പ്രോബ്ലംസ്. So far we have learned how to solve word problems. Now we will learn how to frame word problems for the given addition fact. എന്താ പറയുന്നത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ വേർഡ് പ്രോബ്ലം സ്റ്റെപ്പായിട്ട് നമ്മൾ എഴുതാനൊക്കെ പഠിച്ചു കഴിഞ്ഞു. പ്രോബ്ലം സോൾവ് ചെയ്യാനൊക്കെ
അറിയാം. ദെൻ നമ്മൾ ഫ്രെയിം വേർഡ് പ്രോബ്ലമാണ് ഈ അഡിഷൻ ഫാക്ട് വെച്ച് നമ്മൾ നോക്കാൻ പോകുന്നത്. ദെൻ നോക്കൂ, ഫ്രെയിം 3 വേർഡ് പ്രോബ്ലംസ് ഫോർ 90 + 35. നോക്കൂ, വേർഡ് പ്രോബ്ലം ചെയ്യാനായിട്ട് 90 + 35 എന്ന് തന്നിട്ടുണ്ട്. ഇത് വെച്ചാണ് നമ്മൾ നമ്മുടെ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാനുള്ളത് അല്ലേ, വേർഡ് ഫ്രെയിം പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാനുള്ളത്. നോക്കൂ, വേർഡ് പ്രോബ്ലംസ് ഫോർ ദ ഗിവൺ ഫാക്ട് ക്യാൻ ബി ആസ് ഫോളോസ്. നോക്കൂ, there are 90 rooms on the ground floor of a building and 35 rooms on its frame first floor. How many rooms are there in the building? നോക്കൂ, 90 റൂംസ് ഗ്രൗണ്ട് ഫ്ലോറിൽ, ഒരു ബിൽഡിങ്ങിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ 90 റൂംസ് ആണുള്ളത്. ദെൻ ഫസ്റ്റ് ഫ്ലോറിൽ 35 റൂംസും ഉണ്ട്. ഹൗ മെനി റൂംസ് ആർ ദെയർ ഇൻ എ ബിൽഡിംഗ്? അങ്ങനെയാണെങ്കിൽ ആകെ എത്ര റൂംസ് ആണ് ആ ബിൽഡിങ്ങിൽ ഉള്ളതെന്നാണ് കണ്ടുപിടിക്കാനുള്ളത്. കണ്ടല്ലോ, നോക്കൂ, നമുക്ക് തന്നിട്ടുള്ള 90 + 35 വെച്ച് ക്രിയേറ്റ് ചെയ്ത പ്രോബ്ലംസ് ആണ്. കണ്ടോ, ഫസ്റ്റ് 90 റൂംസ് ഓൺ ഗ്രൗണ്ട് ഫ്ലോർ ബിൽഡിംഗ് ആൻഡ് 35 റൂംസ് ഓൺ ഇറ്റ്സ് ഫസ്റ്റ് ഫ്ലോർ. ഹൗ മെനി റൂംസ് ദെയർ in the building? കണ്ടോ, സെക്കൻഡ് വൺ നോക്കൂ, Girti has 90 marbles. Her friend Chingy gives her 35 marbles more. How many marbles does Girti have now? കണ്ടോ, അത് വെച്ച് സെയിം ആയിട്ട് 90 + 35 നെക്സ്റ്റ് പ്രോബ്ലം ആണ്. കണ്ടോ, ഇങ്ങനെ വേണം ചെയ്യാനായിട്ട്. Girti has 90 marbles. ഗിർത്തിക്ക് 90 മാർബിൾസ്. ദെൻ ദ ചിങ്കി ഹാസ് ഫ്രണ്ടിന് 35 മാർബിൾസ് ഉണ്ട്. ആൻഡ് മോർ, ഹൗ മെനി മാർബിൾസ് ഡസ് കീർത്തി ഹാവ് നൗ? അങ്ങനെയെങ്കിൽ കീർത്തിയുടെ കയ്യിൽ ഹൗ മെനി മാർബിൾസ്, എത്ര മാർബിൾസ് ആണ് ഉള്ളതെന്നുള്ളതാണ് കണ്ടുപിടിക്കാനുള്ളത്. നിഖിൽ ബൈസ് 90 ടോഫീസ് ആൻഡ് 35 ചോക്ലേറ്റ്സ് ഫോർ ഹിസ് ബർത്ത്ഡേ. നിഖിലിന് 90 ടോഫീസും 35 ചോക്ലേറ്റ്സും ആണുള്ളത്. ഹൗ മെനി സ്വീറ്റ്സ് ഡസ് വി ഹാവ്? അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഹൗ മെനി, നമുക്ക് എത്രയാണെന്നുള്ളതാണ് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, ദെൻ നോക്കൂ, അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. ഫ്രെയിം 1 വേർഡ് പ്രോബ്ലം ഫോർ ഈച്ച് ഓഫ് ദി ഫോളോയിങ് അഡിഷൻ ഫാക്ട്. കണ്ടോ, ഇവിടെ പേഴ്സ് ആയിട്ട് വേർഡ് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള എക്സസൈസാണ് തന്നിരിക്കുന്നത്. അതിൽ ടീച്ചർ ഫസ്റ്റ് വൺ പറഞ്ഞായിരുന്നു, ബോർഡിൽ ചെയ്ത് കാണിച്ചു തന്നു. നെക്സ്റ്റ് ടീച്ചർ നോട്ടിലൊന്ന് കാണിച്ചു തരാം. അതിനുശേഷം ബാക്കി വരുന്ന നിങ്ങളെല്ലാവരും സ്വന്തമായിട്ട് ചെയ്ത് ടീച്ചറിന് സെൻഡ് ചെയ്യുക. നോട്ട്സ്, എഴുതിയ നോട്ട്സ് സെൻഡ് ചെയ്ത് തരിക. ഓക്കെ, നോക്കൂ, എല്ലാവരും നോട്ട് എടുക്കൂ. ടേക്ക് യുവർ നോട്ട് ബുക്സ്. നമ്മൾ ഫ്രെയിമിംഗ് വേർഡ് പ്രോബ്ലമാണ് ഇപ്പോൾ നോക്കിയത്. അത് നോട്ടിൽ നമുക്ക് എഴുതാനായിട്ടുള്ള ടീച്ചർ പറഞ്ഞു തരാം. നോക്കൂ, എ സ്കൂൾ ഹാസ് 969 സ്റ്റുഡൻസ്. ദെൻ 108 ന്യൂ അഡ്മിഷൻ joining the school. How many students are there in the school now? A school has 969 students. 108 new admissions joining the school. How many students are there in the school now? The schoolil എത്ര സ്റ്റുഡൻസ് ആണുള്ളത്? 969 സ്റ്റുഡൻസ് ഉണ്ട്. ന്യൂ അഡ്മിഷനിൽ സ്കൂളിൽ ജോയിൻ ചെയ്തത് 108 സ്റ്റുഡൻസ് ആണ്. ഹൗ മെനി സ്റ്റുഡൻസ് ആർ ദെയർ ഇൻ ദ സ്കൂൾ നൗ? ഇപ്പോൾ ആ സ്കൂളിൽ എത്ര സ്റ്റുഡൻസ് ആണ് ഉള്ളതെന്നാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് അല്ലേ. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്രയാണ്? ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് 969. ന്യൂ അഡ്മിഷൻസ് 108. ടോട്ടൽ നമ്പർ എന്ത് ചെയ്യണം? ആഡ് ചെയ്യുക. അത് തന്നിരിക്കുന്ന 2 നമ്പറും കൂടി ആഡ് ചെയ്ത് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻറ്റ് ഇൻ നൗ, ഇപ്പോൾ ആ സ്കൂളിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിച്ച് എഴുതാൻ പറ്റും. 969 + 108 പ്ലസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1077 സ്റ്റുഡൻസ് ആർ ദെയർ in school. Okay, they are in the school now. Okay, then next നോക്കൂ. നെക്സ്റ്റ് വേർഡ് പ്രോബ്ലം തന്നിട്ടുള്ളത് 79 + 54. 79 + 54 എന്ന് തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? ഒരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യണം. ശാലിനി ഹാസ് 79 ആപ്പിൾസ്. ശാലിനിയുടെ കയ്യിൽ 79 ആപ്പിൾസ് ഉണ്ട്. അരുൺ ഹാസ് 54 ആപ്പിൾസ്. അരുണിൻ്റെ കയ്യിലോ 54 ആപ്പിൾസ്. ഹൗ മെനി ആപ്പിൾസ് ആർ ദെയർ ഇൻ ഓൾ? അപ്പോൾ ഹൗ മെനി, ടോട്ടൽ നമ്പർ ഓഫ് ആപ്പിൾസ് ആണ് കാണാനുള്ളത് അല്ലേ. നമ്പർ ഓഫ് ആപ്പിൾസ് ശാലിനി ഹാസ് എത്രയാണെന്നുള്ളത് നിങ്ങൾ
എഴുതുക. നമ്പർ ഓഫ് ആപ്പിൾസ് ശാലിനി ഹാസ്. എത്ര ആപ്പിളാണ് ശാലിനിയുടെ കയ്യിലുള്ളത് നിങ്ങൾ എഴുതുക, സ്വന്തമായിട്ട് എഴുതുക. ദെൻ നമ്പർ ഓഫ് ആപ്പിൾസ് അരുൺ ഹാസ്. അരുണിൻ്റെ കയ്യിൽ എത്ര ആപ്പിളാണുള്ളത് ക്വസ്റ്റ്യനിൽ നിന്ന് എഴുതുക. ഇനി ടോട്ടൽ നമ്പർ ഓഫ് ആപ്പിൾസ്. ടോട്ടൽ നമ്പർ കാണാൻ എന്താ ചെയ്യേണ്ടത്? ദെൻ ആഡ് ചെയ്യുക. 2 നമ്പറും കൂടി ആഡ് ചെയ്ത് ആൻസർ എഴുതി ടീച്ചറിന് നോട്ട് സെൻഡ് ചെയ്ത് തരിക. ഓക്കെ.